ഹലോ, സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഈസി ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മാങ്ങയുടെ പൾപ്പ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ മാംഗോ ഐസ്ക്രീമാണ്. നമ്മളെങ്ങനെയാണോ കടയിൽ നിന്ന് കിട്ടുന്നത് അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ പറയും. അത്രയേറെ ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 400 ഗ്രാമോളം ഉണ്ടാകും. വേങ്ങരപ്പള്ളി മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അധികം നാരൊന്നും ഇല്ലാത്തതും നല്ല പഴുത്തിട്ടുള്ളതുമായ മാങ്ങയാണെങ്കിൽ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റും കൂടും. ഇനി നിങ്ങളുടെ അടുത്ത് നാരുള്ള മാങ്ങയാണ് ഉള്ളത് എങ്കിൽ നമ്മളിതൊന്ന് അരച്ചെടുക്കുമല്ലോ. അപ്പോൾ ഒന്ന് അരിപ്പയിൽ വെച്ച് അരിച്ചെടുത്ത് അതിൻ്റെ നാരൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതിയാകും. ഇനി ഇത് നല്ലപോലെ കഴുകി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ചട്നി ജാറിലേക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് വളരെ തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് മാംഗോ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഐസ്ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. അത് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ചെയ്യേണ്ടതെന്ന്. ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഈ ചെറിയ ജാറിലിട്ട് കൊടുത്താൽ തന്നെ നല്ല പോലെ അരിഞ്ഞ് കിട്ടിക്കോളും. നമുക്കിതൊന്ന് അളന്ന് നോക്കാം എത്രയുണ്ടെന്ന്. ഞാൻ ഇതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെഷറിംഗ് കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഏകദേശം 1/4 കപ്പോളം പൾപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇത് 250 ml ഒരു കപ്പാണ് ഇത്. ഇനി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഏകദേശം 1 സ്പൂണോളം വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള മാങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഐസ്ക്രീമിലേക്ക് ചേർക്കാൻ വേണ്ടി വെച്ചിട്ടില്ലേ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഏകദേശം ഒന്ന് കളറൊന്ന് ചേഞ്ചായി വരും. ആ ടൈമിൽ നമുക്ക് കോരി മാറ്റാം. പിന്നെ ഈ ഒരു പ്രോസസ്സിൽ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റ് സാധാരണ നമ്മൾ മാംഗോ ഷേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൾപ്പിങ്ങനെ ഡയറക്റ്റ് അരച്ചിട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ചേർക്കുമ്പോൾ കുറച്ച് നേരം പുറത്തൊക്കെ ഇരിക്കുമ്പോൾ മാങ്ങ ഐസ്ക്രീമിൻ്റെ ഏകദേശം ഒരു ടേസ്റ്റൊക്കെ മാറിപ്പോകും. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ സാധാരണ മാങ്ങയുടെ അതേ ടേസ്റ്റ് തന്നെ ഐസ്ക്രീമിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കണമെന്ന് പറയുന്നത്. നമ്മൾ ജാമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ആ കടായിലേക്ക് തന്നെ ഞാനിനി മാംഗോയുടെ പൾപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് തിളച്ച് വെന്ത് വരുമൊന്നും വേണ്ട. ഏകദേശം ഒന്ന് ചൂടായി ഇങ്ങനെ കുമിള പോലെ വരും. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഈ ടൈമിൽ ഒന്നും കൂടി ഇളക്കി കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഉണ്ടാക്കരുത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. 250 ml കപ്പിൽ ഒരു കപ്പാണ് എടുക്കുന്നത്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ബീറ്ററിലാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങ് ബീറ്റായി പോകരുത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനി ഇതിനേക്കാൾ ലൂസായി പോകും. ഇതിൽ പാലൊക്കെ ചേർക്കാനുണ്ട്. നമ്മുടെ മാങ്ങയുടെ മിക്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങയുടെ മിക്സ് ചേർത്തതിന് ശേഷം ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം വാനിലയുടെ എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ബ്ലാക്ക് കളറാണ് ഉള്ളത്, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ബീറ്റർ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓവറായിട്ടൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മിക്സിയുടെ ജാറിലാണെങ്കിൽ നിങ്ങൾ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാർ ഏകദേശം ഒരു 2 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ട് ഉള്ളിലുള്ള വെള്ളമൊക്കെ
ഒന്ന് നല്ലപോലെ തുടച്ച് കളയണം. എന്നിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാലാണ് ചേർക്കാനുള്ളത്. അത് ഞാൻ തിളപ്പിച്ച് ആറ്റിയെടുത്ത പാലാണ് ചേർക്കുന്നത്, ഡയറക്റ്റ് ചേർക്കുന്നില്ല. തിളപ്പിച്ച് ആറ്റിയ പാല് എല്ലാം തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇത് ഫുള്ളായിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പോളം പാലാണ് ഇതിലുള്ളത്. മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ജസ്റ്റ് പാലെല്ലാം എടുത്ത് എത്തുന്ന വിധത്തിൽ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് സ്പാച്ചുല വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് ഉണ്ടാവുക. ലാസ്റ്റ് നോക്കുമ്പോൾ നമ്മളെല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം കണ്ടില്ലേ, ഇതേപോലെയാണ് ഉണ്ടാവുക. ഒരു ക്രീമി പരുവത്തിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനെയാണ് ഉണ്ടാവുക. നമ്മുടെ ഐസ്ക്രീമൊക്കെ ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക സാധാരണ. ഇനി ചേർക്കാനുള്ളത് നമുക്ക് നേരത്തെ മാങ്ങ തയ്യാറാക്കി വെച്ചിട്ടില്ലേ, ഷുഗർ സിറപ്പിലിട്ടിട്ട്, അതാണ് ചേർക്കാനുള്ളത്. അതിന് മുമ്പ് നമുക്ക് ഏതിലാണോ ഐസ്ക്രീം എന്താ പറയുക ഫ്രീസ് ചെയ്യാൻ വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം തന്നെ ആവണമെന്നൊന്നുമില്ല, ഗ്ലാസിൻ്റെതോ ഏത് വേണമെങ്കിലും നിങ്ങളുടെ അടുത്ത് എന്താണോ ഉള്ളത്, സ്റ്റീലിൻ്റെതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് രാത്രിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെയാണ് ഞാനിത് എടുത്ത് നോക്കുന്നതും. അപ്പോഴേക്ക് നല്ല പോലെ പാകമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ ഉണ്ടാക്കി വെച്ച മാങ്ങ ഞാനിതിലേക്ക് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഫോർക്ക് വെച്ച് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലധികമായിട്ടുള്ള ഷുഗറൊന്നും ഇതിൽ ചേർക്കൊന്നും വേണ്ട. മാങ്ങയുടെ കഷ്ണങ്ങൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ച് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തേക്കും മാങ്ങയുടെ ഈ കഷ്ണങ്ങളൊക്കെ ആയിക്കോളും. ഇതേപോലെ ഇനി ഒരടുപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് ഫ്രീസറിൽ വെക്കുകയാണ് വേണ്ടത്. ഞാൻ ഓവർനൈറ്റ് ഫുള്ളായിട്ട് വെക്കുന്നുണ്ട്. രാവിലെ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയതിനു ശേഷമാണ് ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നത് തന്നെ. അപ്പോഴൊക്കെ നല്ല പോലെ ഐസ്ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രീസറിലാണ് വെക്കുന്നത്, ഫ്രിഡ്ജിൽ വെക്കരുത്, ഫ്രീസറിലാണ് വെക്കേണ്ടത്. ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചിട്ട് ഏകദേശം 10 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാകും. കാരണം നൈറ്റ് മൊത്തത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ 10-11 മണിയായപ്പോഴാണ് ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുന്നത് തന്നെ. കണ്ടില്ലേ, നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഐസ്ക്രീമിൻ്റെ അതേ സ്ട്രക്ചർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കണം. എനിക്ക് സ്കൂപ്പ് ചെയ്യാനൊന്നും അറിയൊന്നുമില്ല. ഞാൻ സാധാരണ വീട്ടിൽ ഐസ്ക്രീമൊക്കെ ഉണ്ടാകുമ്പോൾ സ്പൂൺ കൊണ്ടൊക്കെ കോരിയിട്ടാണ് എടുക്കുന്നത്. ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ഏകദേശം സ്കൂപ്പ് പോലെയൊക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് തവിയാണ് ഉള്ളത്, അത് വെച്ചാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ചെറിയൊരു തവി വെച്ചാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇത് കണ്ടില്ല, ആ മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ കാണാനുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു സ്കൂപ്പ് ആയി കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്കറിയാം ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ. അപ്പം വീട്ടിൽ മാങ്ങയൊക്കെ ഇരിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ കടകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റുള്ള ഹോം മെയ്ഡ് മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾ ഐസ്ക്രീം ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം, എന്നിട്ട് ഒന്ന് റിസൾട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കുന്നുണ്ട്. എന്താ നല്ല ക്രീമി ആയിട്ടുണ്ട്. ഐസ്ക്രീമിൻ്റെ അതേ ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നല്ല കറക്റ്റ് പാകം മധുരം ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി. അപ്പോൾ ഹോം മെയ്ഡായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഐസ്ക്രീമൊക്കെ തയ്യാറാക്കി. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.